ഒരുപാട് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള മലയാളം റാപ്പേഴ്സ് ഉണ്ട്. നല്ല റൈംസും നല്ല ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് മലയാളം റാപ്പേഴ്സ് ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മറ്റു കുറച്ച് റാപ്പേഴ്സിനെ പരിചയപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അണ്ടർഗ്രൗണ്ട് റാപ്പേഴ്സ് എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ചിലവരുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഈ അണ്ടർ റേറ്റഡിനെയാണോ ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞത്, അതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് പല പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അണ്ടർഗ്രൗണ്ട് റാപ്പേഴ്സ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഒരു ലേബലിന് കീഴിലും അല്ലാതെ സ്വന്തം കാലിൽ, മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് റാപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനാണ് അണ്ടർഗ്രൗണ്ട് റാപ്പേഴ്സ് എന്ന് പറയുക. ആദ്യമായിട്ട് ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അച്ചായൻ AKA ഡാനി വർഗീസ്. ഇതൊരു തിരുവല്ലക്കാരനാണ്. അണ്ടർഗ്രൗണ്ട് റാപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, അതും കേരളത്തിലുള്ള ഒരു സീന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ആദ്യം പറയണം. ഒരുപാട് കാലമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ചായൻ ഒരു ഓൾഡ് സ്കൂൾ ഹിപ്പ് ഹോപ്പ് ആ ഒരു കാറ്റഗറിയിൽ പെട്ട മ്യൂസിക്കാണ് അച്ചായൻ ചെയ്യൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്താ വെച്ചാൽ അച്ചായനും ഫെജോയും തമ്മിൽ ഒരു ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പച്ച നിറമുള്ള കഴിക്കുന്ന ഇലയെ നീ എന്റെ ജീവിതത്തിൽ വർണ്ണങ്ങളെ പകർന്നില്ലേ, നീലാകാശം മുട്ടെ നീ എന്നെ അതിൽ പറത്തില്ലേ, ഞരമ്പുകളിൽ നീ ഉന്മേഷം പകർന്നില്ലേ, ഞാൻ പോലും അറിയാതെ കവിതകൾ ദാനന്തം. ആദ്യം തൊട്ടേ ഇഷ്ടിക വെച്ച് പള്ളി പണിതു വെച്ചു, പിന്നെ പേപ്പറുകൾ മറിച്ചു പിടിച്ചു പെട്ടിക്കൂട്ടി വെച്ചു. രാജാവിന്റെ വാക്കുകൾ ഇവർ തോന്നിയ പോലെ വിവേചിച്ചു, കാര്യം മനസ്സിലാക്കാതെ ഇവർ തോന്നിയ പോലെ പ്രസംഗിച്ചു. പണ്ട് തൊട്ടേ ഈ ജാതി മതങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നല്ല ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റ് ABI AKA അഭിജിത്ത് കൊച്ചിക്കാരനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്കൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം അറിയപ്പെട്ടിട്ടുള്ളൊരു റാപ്പറാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് ABIനെ കാണുമ്പോഴും ABIയുടെ ചില മാനറിസംസ് കാണുമ്പോഴും എനിക്ക് നമ്മളെ ഡ്രേക്കിനെയാണ് ഓർമ്മ വരിക. There's a monster soaring in me so quickly, and I'm hoping you stay with me here in Kochi. I bless my cheese, I'm loving my time in Kochi. It's all we do, I'm taking over this Kochi. ചെളിക്കുണ്ടിൽ കണ്ട മാണിക്യം, ആഫ്രിക്കയിലെ വാണിജ്യം, കെന്യം പെണ്ണിൻ ചാരിത്ര്യം, ദണ്ണം മധ്യ ദാരിദ്ര്യം, എണ്ണം തെറ്റിയ 1000 10 10000 കത്തുമതിലായില്യം, ഭൂതഗണം പവലിയൻ, പൂത്തപ്പണം ചെമിലിയൻ, ജെല്ലിയേർ കത്തം തൻ, വലിച്ചാൽ അലമ്പൻ, തൊലിച്ചാൽ ഒഴപ്പൻ, കളിച്ചാൽ റാക്സ് റേഡിയന്റ് AKA രാധാകൃഷ്ണൻ. റാക്സ് റേഡിയന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയസ്സിൽ ചെറുതാണെങ്കിലും ആളൊരു രക്ഷയില്ല. 22 വയസ്സേ ആയിട്ടുള്ളൂ. തിരുവനന്തപുരക്കാരനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ട്രാക്കൊക്കെ മാരകമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും റാപ്പ് ചെയ്യും. എല്ലാവർക്കും സ്വാഗതം, ഇത് ഹിപ്പ് ഹോപ്പ് സംസ്കാരം. മലയാളികൾക്ക് സ്വാഗതം, ഇത് ഹിപ്പ് ഹോപ്പ് സംസ്കാരം. സൗത്ത് സൈഡിന് സ്വാഗതം, ഇത് ഹിപ്പ് ഹോപ്പ് സംസ്കാരം. മലയാളം റാപ്പ് കേൾക്ക് കേരളത്തിൽ അണ്ടർഗ്രൗണ്ട്. നാട്ടാരിതൊന്ന് കേൾക്കണം, കലയെ അംഗീകരിക്കണം, കവിതകളെ വരവേൽക്കണം. ഇത് റാപ്പ് സംഗീതം, പുതുഗീതം. When you get kicked down or you feel kicked out, never feel bad about yourself, don't you back down. Get your rap back straight up like a keep up, keep up, keep up. Show him how you keep up, keep up, keep up, like a freaking keep up. Like a മർത്യൻ AKA മർത്യൻ, അത്രേ എനിക്ക് കിട്ടിയുള്ളൂ. മർത്യൻ്റെ പേര് എവിടെയും റിവീൽ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാണ് ഞാൻ കേട്ടത്. മർത്യൻ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു റാപ്പറാണ്. അദ്ദേഹത്തിന് തനതായ ശൈലിയിലുള്ള നാടൻ ഭാഷകൾ വെച്ചിട്ടാണെങ്കിൽ പോലും കേൾക്കാൻ ഭയങ്കര എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. മർത്യൻ ഏറ്റവും കൂടുതൽ ഹിറ്റായത് നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്യണതിനെതിരെ ഒരു ലോ വന്നപ്പോൾ അതിനെതിരെ ഒരു ട്രാക്ക് ഇറക്കിയിട്ട്, മല്ലു കാർ സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് ഇറക്കിയിട്ട് അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ട്രാക്കിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതെൻ്റെ നാട്ടിൽ പൊന്നാനിയിൽ ഹാർബറിലും പിന്നെ കർമ്മ റോഡിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ഈ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൗത്ത് സൈഡ് കണ്ട് നീ അറിയണം, ഇവിടെല്ലാം ഔട്ട്ലോസ്. അതർ സൈഡ് നിയമങ്ങൾ പലതും നിനക്ക് നേരെ വിരുദ്ധം. ടോപ്പ് ടോപ്പ് സുസാര ഡോസ് മൂവ് ലൈക്ക് ഗോസ് മൂവേ ചക്കമാരെ പൊളി മിഴിച്ച് നിൽക്ക് നീ ലെവലിത് തീ. ശരിയെന്ന ശരി പൊളിച്ച് മാറ്റി എഴുതിടും, ഇത് നിന്റെ വിധി അറിയില്ല നിനക്കിത് ഞരമ്പുകളോടും. ഗാസലീൻ തിരുവാടങ്ങളക്കി മോന്തി കുടിച്ചാൻ കള്ളിറക്കി, പലതര നീളത്തിൽ കണ്ണിറക്കി, എണ്ണങ്ങൾ ഒരുവിധം മല കടത്തി, ഉണ്ടയ്ക്ക് നേരങ്ങ തലയുയർത്തി, കരുത്തൊക്കെ കാട്ടിട്ട് പൊളിച്ചടക്കി, അന്ത്യത്തിൽ പള്ളയിൽ കുത്തിക്കേറ്റും ഇത് കുപ്പിച്ചില്ലി കയറി മുറിച്ച് കളയും. 16 Bars AKA അഖിൽ ഒരു പത്തനംതിട്ടക്കാരനാണ്. പക്ഷേ ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഹിന്ദിയിലും മലയാളത്തിലും റാപ്പ് ചെയ്യും. കൂടുതലും ഹിന്ദിയിലാണ്. മലയാളത്തിൽ ഇപ്പോൾ അവസാനം നൊമാരിക് വോയിസിനായിട്ട് ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിലാണ് ആദ്യമായിട്ട്
16 bars മലയാളത്തിൽ റാപ്പ് ചെയ്തത്. ഞാനൊരു മലയാളി, എന്റെ വൈബ് വേറെ, നീ എന്നെ നോക്കല്ലേടി, നീ പോടി നേരെ. ഞാൻ ലിറിക്കലി ക്രിമിനൽ ഫ്രീക്ക്, റാപ്പേഴ്സ് ബാർ കേട്ടു ചത്തു എന്റെ പാട്ടിൽ വിഷമേറെ. हर बार की तरह मैंने लिखा ये गाना, कैसा लगा मेरा गाना सुनने के बताना. हिप हॉप की तलाश में मिला खजाना, जिंदगी उतारी पन्नों पे हैरान जमाना. आज मेरे पास सब മിസ്റ്റർ സ്പിൻ AKA സിദ്ധാർത്ഥ്, ഇതും ഒരു കൊച്ചിക്കാരനാണ്. ഇദ്ദേഹം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും റാപ്പ് ചെയ്യും, മലയാളത്തിലും റാപ്പ് ചെയ്യും. What you gonna do when the dope ball flies? Met you once, maybe twice, some of you none. That's irrelevant as the path is one. ഒരുമിച്ച് പിടിച്ച് കടമ്പകൾ കടന്ന് ഇടമല നോക്കല യാത്ര തുടങ്ങ്. Nomadic playing global, Thirumalai slaying local rounds. Roll back the clock to 2006. Ayo, don't touch my bag full of teenage tricks. Holding the bag for just a second time in my life. My body feeding from the confidence in my eyes. Out the cage, past the face full of rage. Gotten sage, I enter like mortal Kombat. റാഷിൻ AKA റാഷിൻ റഹ്മാൻ ഒരു പട്ടാമ്പിക്കാരനാണ്. എന്നിരുന്ന പോലെ ഇപ്പോൾ ആൾ കറൻ്റ് ഇറ്റലിയിലാണുള്ളത്. ഇറ്റലിയിലാണെങ്കിൽ പോലും കേരള ഹിപ്പ് ഹോപ്പിൽ അല്ലെങ്കിൽ കേരള അണ്ടർഗ്രൗണ്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് റാഷിൻ. Fuck that, what you got a problem with my head, on my dress, and the shoes, and my friends, and the all shit I like. Listen man, niggas need a break from my shit, so what you do every day in this motherfucking life. If you wanna live like a man with a boss in a day, bro, show respect to yourself. You gotta go, you gotta grow, you need to കൊല്ലം പഠിച്ചങ്ങു എന്ത് നേടി മോദി മനുഷ്യനെ തമ്മിൽ തല്ലാൻ വീണ്ടും 5 കൊല്ലം കൂടി. ജാതി മതം എന്ന പേരിൽ അങ്ങയുടെ കൊടുങ്കണി, ഭാരതത്തിന്റെ അപമാനമായ ചൗക്കിദാറിൻ തിട്ടക്കളി. ഒടുക്കത്തെ മഴ വന്ന് കേരളത്തെ തകർത്തപ്പോ ഹിന്ദു എന്ന മുസ്ലിം എന്നോ ചോദിക്കാതെ പറയാതെ ഒരുമിച്ച് പടപൊരുതിയ മലയാളികളെ ലോകം മൊത്തം കണ്ടു നിന്ന മനുഷ്യൻ. രാജ് സിംഗ് AKA മിഥുൻ രാജ്. രാജ് സിംഗ് ഒരു കണ്ണൂർക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ലിറിക്കൽ സൈഡ് കേട്ട ഒരു രക്ഷയില്ല, മാരകമാണ്. തൂക്കിന്ന് വെടിവെക്കണ പോലെയുള്ള ഓരോ വാക്കുകളാണ് വരിക. 1-2 ട്രാക്കുണ്ട് ഞാനിപ്പോഴും ലൂപ്പിൽ കേൾക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഒരു അതിരുകൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്കുണ്ട്. ഇതൊക്കെ മാരക ഐറ്റംസ് ആണ്. ഇനി മതി നിങ്ങളുടെ കാട്ടുനീതി, പറഞ്ഞത് മതി ഇനി നെഞ്ചിന്റെ വ്യാധി. അഴിമതി കഥകളിൽ അനുദിനം കിടന്നു നിറങ്ങും പരസ്പരം പഴിചാരി കടിതപ്പും രീതി. കുരുന്നും മനസ്സുകൾക്കും വേവലാതി. സുരക്ഷിതയല്ല ഇവിടെ ഒരു നാരിയും, പ്രാണവേദനയെ കണ്ടില്ലെന്ന് നടിക്കുന്ന മനസ്സിന്റെ വെറുപ്പൊരു ജ്വാലാമു. രാജകവാദി ഞാൻ നീന്തി കടന്നു കടലും പുഴയും, സൗഹൃദത്തിൽ പാത തീർത്തു മാറ്റുരച്ചു വാർത്തെടുത്തു കണ്ടുമടുത്തു കടുത്ത വ്യവസ്ഥിതി. ഒടുക്കും പരിസ്ഥിതി അധപതിച്ചൊരു കുലപതിമാർ വാതു വയ്ക്കും കാൽ ചുവട്ടിൽ. കുലസ്ത്രീകൾ പുതുയുഗത്തിൻ പകിട. ചതിയൻ AKA ചന്തു ചന്ദ്രൻ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പബ്ജി ലവേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് ചിലപ്പോൾ സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. കാരണം പബ്ജിയെ കുറിച്ചിട്ട് ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വൈറലാണ്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ അതിരുകൾ, നേരത്തെ പറഞ്ഞ രാജ് സിംഗും ചന്തുവും കൂടിയിട്ടാണ് അതിരുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാക്ക് ഇറങ്ങി ലൂട്ടുവാരി കൂട്ടാൻ വേണ്ടി വീടുകളിൽ നിറങ്ങി. കിട്ടിയ ഒരു പിസ്റ്റലിട്ട് അവിടെ നിന്ന് കറങ്ങി. എന്റെ കയ്യിലുള്ള ബോംബ് 2 ബോട്ടുകളെ വിഴുങ്ങി. കയ്യിലുണ്ട് AKM ബുള്ളറ്റ് അതും പകുതി. സോണതായെത്തി മോനെ കണ്ടം വഴിയോട് നീ. മെഡിക്കിറ്റും 7-അപ്പും ഹെൽമറ്റും ജാക്കറ്റും എല്ലാം ഉണ്ട് കയ്യിൽ. പോയി ചിക്കൻ ഡിന്നർ അടി നീ. പറഞ്ഞു മടുത്ത കാര്യം ഞാൻ എഴുതി മറിച്ച പാട്ടും കൈവിരൽ കൊണ്ട് കാട്ടും. എനിക്ക് വേണ്ടതെന്റെ സ്ഥാനം തല ചുമട്ടായി. ലോകം കുഞ്ഞി വളഞ്ഞു ദിനം തോറും. എനിക്ക് പോകാനേറെ ദൂരം, എന്റെ പാട്ടതു നീ കേൾക്കും. ഒരു പാത പണത്തിനു പിന്നാലെ നീ കാമയാത്ര. കുഞ്ഞുങ്ങളെ കൊല്ലും സോക്കൊള്ളമ്മയത് സ്ഥിരം കാഴ്ച. കച്ചവട വസ്തുവായി മാറി നീ നീറി വാഴ്ച. ചാവു തിന്നാൻ ചോറിനായി തേടി. റോഷൻ AKA അജ്മൽ റോഷൻ. റോഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് റാപ്പാണ് ഇദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഫ്രീ സ്റ്റൈല് അഗ്രഗണ്യനാണ്, ഒരു രക്ഷയില്ല. Pass me the mic, man. Ain't gonna take a lot of time when I put this on the record, man. I just need like what, 1 or 2 seconds more than the 5,000 hours I need to bash into the brains. Establish the passion I have for rap and make it feel the need for my music. Let the need methamphetamine. I'ma always come out hard like a Busta Rhymes, man. I put the heat on me, cause I got skills, homie. And I'm only showing how phony you want me. Just blow me. I represent the medicine, penicillin. For them it's the 10% helpers and for when they got the penicillin. Had to cease cause they finding the raps cause a deficit. Yeah, I'm sufficiently persistent to blow up in this. The rap premises, laziness is always. വികടകവി നല്ല സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേരിൽ. AKA വിഷ്ണു നാരായണൻ ഒരു സ്പിറ്റ് റാപ്പറാണ്. മലയാളത്തിൽ എണ്ണം പറഞ്ഞിട്ടുള്ള കുറച്ച് ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റുകളുണ്ട്. ഫ്രീ സ്റ്റൈൽ റാപ്പേഴ്സിൽ ഒരാളാണ് വികടകവി. ഇദ്ദേഹം കിൽ ഷോട്ടിൻ്റെ ഒരു റീമിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം STC ആന്തം എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെണ്ണ് നീ കൊത്തി വെച്ച ശീലയല്ല
നടയിലോ നീ ശീലയല്ല കണ്ണടച്ചാൽ നിന്റെ മുഖം പുന്നമടക്കായ അല പോലെ നീ എനിക്കായി ജന്മം എടുത്തവളല്ലേ കാലം പോയ പോക്കെ നീ ആ ചുരുമുടി ഇഴ മാറ്റി എന്നെ GWS AKA ഗ്ലെനു ജോർജ് ഒരു R&B ആർട്ടിസ്റ്റാണ്. R&B എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് ബ്ലൂസ്. GWSൻ്റെ ട്രാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വെസ്റ്റേൺ ഫീലാണ്. എൻ്റെ അറിവിൽ മലയാളത്തിലെ ആദ്യത്തെ ആളാണ് ഇങ്ങനെയുള്ള ട്രാക്ക് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ മലയാളക്കരയുടെ സ്വന്തം ട്രാവിസ് സ്കോട്ടാണ് GWS എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രാവിസ് സ്കോട്ട് ആരാന്ന് അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ. പറയാൻ കിടക്കുന്ന വിലമതിക്കാനാകാത്ത കാര്യങ്ങളുടെ പുറകെ ഞാൻ ഓടി പറയാനാകെയുള്ളത് വെറും ഇത് സമയം. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു റാപ്പറാണ് കാവോ AKA ആത്മജ് കാവോരം. കഴിഞ്ഞ വർഷം മംഗലാപുരത്തുള്ള ഒരു കോളേജിൽ ഓണം സെലിബ്രേഷനിടയിൽ ഒരു പയ്യൻ സ്റ്റേജിൽ നിന്നിട്ട് ഓണത്തിനെ പറ്റിയിട്ട് ഒരു റാപ്പ് ചെയ്തു. അതിൽ ബോലോ താരാരാര ആ ടൈമിൽ കരിക്കിൻ്റെ ആ ഒരു ഡയലോഗും ഹിറ്റായിരുന്നു. ഇവൻ്റെ റാപ്പിൽ ആ ലിറിക്കൽ സൈഡിൽ മെയിനായിട്ട് നിന്നിരുന്നത് ഈ ബോലോ താരാരാര. കാമമുത്തു പെണ്ണിനെ കെറി പിടിക്കാൻ പോകുന്നേരം നെഞ്ചിലായി ചടപട ഹൃദയം ഇടിപ്പിതൊന്നു കൂട്ടുന്ന പുതു നിയമ ഭേദഗതികൾ വരുത്തേണ കേരളത്തെ ഇന്നു നിങ്ങൾ ഭ്രാന്തലയമാക്കിയിട്ടല്ലേ നോർത്ത് ഇന്ത്യയല്ല നോക്കി നിൽക്കാൻ ഇനി വയ്യ. വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മലയാളം അണ്ടർഗ്രൗണ്ടിൽ ഞാൻ ഈ പറഞ്ഞ 14 പേര് മാത്രമല്ല ഉള്ളത്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയണം ഒരുപാട് റാപ്പേഴ്സ് ഇനിയും ഉണ്ടാവും ഞാനിതിൽ മെൻഷൻ ചെയ്യാത്തതായിട്ടുള്ള. അപ്പോൾ അവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഹിപ്പ് ഹോപ്പ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളം റാപ്പിനെ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും അതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.